ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വന്നതാണ് കേട്ടോ നമ്മളിന്നിവിടെ. ഇന്ന് നമുക്ക് 285 കുളച്ചൽ യുദ്ധവാർഷിക ദിനമാണിന്ന്. നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡം കട്ടത്തുറയ്ക്കടുത്ത് തച്ചൻവിള പള്ളിമേടയിൽ സ്ഥിതി ചെയ്യുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ സേനാനായകനും 108 കളരി സംഘത്തിൻ്റെയും 6000-ഓളം വരുന്ന ചാന്നാർ പടയുടെയും മുഖ്യ ആശാനുമായിരുന്ന ദളപതി അനന്തപത്മനാഭ നാടാരുടെ സ്മൃതി മണ്ഡപമാണിത്. അവിടെ ഇന്ന് നമുക്ക് പുഷ്പഹാരം അർപ്പിക്കുവാനും പൂജാരി ആഷിഖിൻ്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തുവാനും നമുക്കിന്ന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇവിടെ പല ഭിത്തികളിലും അദ്ദേഹത്തിൻ്റെ ഈ കുളച്ചൽ യുദ്ധ വാർഷികത്തെക്കുറിച്ചൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഓരോരോ തലമുറയിൽപ്പെട്ടവരെയൊക്കെ നമ്മുടെ ഈ ഭിത്തിയിൽ ഈ കൊത്തുപണികളിലൂടെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മളെ. അതുകൂടാതെ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ 12ാം തലമുറയിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അപ്പം അദ്ദേഹത്തിൻ്റെ 12ാം തലമുറയിൽപ്പെട്ട അനന്തപാല വിജയവർമ്മ മഹാരാജയെയും അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബാംഗമായ ജോൺ ട്രോസിനെയും നമുക്കിന്നിവിടെ കാണുവാനും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാനൊക്കെ നമുക്കിന്ന് സാധിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, നമ്മുടെ ഈ കുളച്ചൽ യുദ്ധമൊക്കെ വേണ്ടുന്ന രീതിയിലൊന്നും പാഠ്യപദ്ധതികളിൽ നിന്നും വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കാണുന്നതാണ് ഒരാലയായിരുന്നു അവിടെ സ്ഥിതി ചെയ്തിരുന്നത്. അദ്ദേഹം പൂജ ചെയ്തിരുന്നതും അദ്ദേഹത്തിൻ്റെ കളരിത്തറയും അതിനോട് ശേഷിച്ചിരുന്ന ഭദ്രകാളി ദേവീക്ഷേത്രമൊക്കെ ഇവിടെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഈ യുദ്ധത്തിനൊക്കെ പോകുന്നതിന് മുമ്പിട്ട് ഭദ്രകാളിയെ വണങ്ങി അവിടെ കുരുതിയൊക്കെ കൊടുത്ത് അവിടുത്തെ വിവിധ പൂജാ കർമ്മങ്ങളൊക്കെ നടത്തിയിട്ടാണ് യുദ്ധത്തിന് പോലും അദ്ദേഹം പോയിരുന്നതെന്ന് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക്. ഇവിടെ എനിക്കിന്ന് എത്തിപ്പെടാൻ സാധിച്ചത് നമ്മുടെ കെ അജയലാൽ എഴുതിയ ദളപതി അനന്തപത്മനാഭൻ നാടാർ എന്ന ഒരു പുസ്തകം, കുളച്ചൽ യുദ്ധത്തെക്കുറിച്ചാണ് ആ പുസ്തകം പ്രതിപാദിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ അത് വായിച്ചു. അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് ഞാനാണെങ്കിൽ ഇന്നിവിടെ എത്തിപ്പെട്ടത്. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇങ്ങനെ നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു ഇതെന്നും ഇവിടെ നിരവധി ശേഷിപ്പുകൾ ഉണ്ടായിരുന്നതായും അനന്തപത്മനാഭൻ നാടാർ ഒരു വലിയ സൈന്യാധിപനായിരുന്നു എന്നും ഒക്കെ അറിയാൻ സാധിച്ചത്. ഇത് അറിയാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കാണെങ്കിൽ ഇതുവഴി മറ്റുള്ളവരെ ഈ കാര്യം എനിക്ക് അറിയിക്കാൻ സാധിച്ചതിലും എനിക്കൊരുപാട് സന്തോഷമുണ്ട്. കൃത്യമായ രേഖകളും കൂടുതൽ കാര്യങ്ങളും നമ്മൾ കെ അജയലാൽ എഴുതിയ അനന്തപത്മനാഭൻ നാടാർ എന്ന പുസ്തകത്തിൽ കൂടുതൽ വിവരങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് വായിച്ച് നോക്കിയിട്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും.